വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചിലവ് കുറഞ്ഞ രീതിയിലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് തരിച്ചെടുക്കുക. ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഗ്രാമ്പും പട്ടയാണ് ഞാൻ ചേർത്തിട്ട് പൊടിക്കുന്നത്. ഏലക്കായ വേണം ചേർക്കാം. എന്നിട്ട് പൊടിച്ചെടുക്കുക. ശേഷം ഒരു ഓറഞ്ച് എടുത്തിട്ട് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുക. വെള്ളം ചേർക്കാതെ വേണം ജ്യൂസ് തയ്യാറാക്കാൻ. ജ്യൂസ് അരിച്ച് മാറ്റി വെക്കുക. ശേഷം നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ എടുക്കുക. ശേഷം ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. സോക്ക് ചെയ്യണമെന്നില്ല. സോക്ക് ചെയ്യാത്തൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ശേഷം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എനിക്ക് ഓവർ മധുരം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പാക്കിയത്. മധുരം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പാക്കാം. ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കി വരണം. അത് രണ്ടും കൂടി ഒന്ന് ചേർന്ന് വരണം. തീ ഒന്ന് ചെറുതായി കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ മെൽറ്റായിട്ട് വരാണ്ട്. ഇനി കാരമൽ ഷുഗർ റെഡിയായി. ശേഷം ഒരു ബൗളിലേക്ക് 2 കപ്പ് മുട്ടയും വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ മിക്സ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം 1/4 കപ്പ് സൺഫ്ലവറും ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തരിച്ച് വെച്ച നമ്മളുടെ മൈദയുടെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് മുഴുവനായിട്ട് ഇളകില്ല. അപ്പം നമ്മൾ നേരത്തെ ഫ്രൂട്ട്സിൻ്റെ സോക്ക് ചെയ്യാൻ വെച്ച ഫ്രൂട്ട്സ് മിക്സ് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ ഷുഗർ കാരമലും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വിനീഗിരി വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഒരു ബേക്കിംഗ് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ തടവി കൊടുക്കുക. ശേഷം നമ്മൾ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റേത് 25 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും നിങ്ങളുടെ കേക്കിൻ്റെ വേവ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പകുതി വേവായപ്പോഴാണ് ഈ മേലെ കാഷ്യൂ നട്ടൊക്കെ ഇട്ട് കൊടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അധികം നട്ട്സൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യണം. അതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒട്ടും മധുരമൊന്നുമില്ല, ഓവറായിട്ട് മധുരമില്ല. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മൈ ചാനൽ.